ഈ നിമിഷം നിങ്ങൾ ഇവിടുന്ന് പോണം. അർച്ചന, ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. സോറി. നിങ്ങൾ പറയുന്ന ഈ അർച്ചന ആരാന്ന് എനിക്കറിയില്ല. ഞാൻ സമൃദ്ധയാ, അഡ്വക്കേറ്റ് ഗോകുൽ രാജിന്റെ ഭാര്യ. നിങ്ങൾ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ നീ മാത്രം പറഞ്ഞ ഇല്ലാതാവുന്നതല്ല നമ്മൾ തമ്മിലുള്ള ബന്ധം. അതില്ലാതാവണമെങ്കില് ഞാൻ മരിക്കണം. ഇനി ഒരു നിമിഷം കൂടി നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ ഗോകുലിനോട് പറഞ്ഞ് പോലീസിനെ വിളിപ്പിക്കും. ആ, പോലീസിനെ വിളിക്കേ. വരട്ടെ. നീ എന്റെ ഭാര്യയാണെന്ന് ഞാൻ തെളിയിച്ചോളാം. നിന്റെ അമ്മയും അനിയത്തിയും എന്റെ സഹോദരങ്ങളും എല്ലാം വീട്ടിലുണ്ട്. അവരെയൊക്കെ ഞാൻ വിളിച്ചോണ്ട് വരാം. എല്ലാവരെയും നിന്റെ മുന്നിൽ നിർത്തി നീ ആരാണെന്ന് ഞാൻ തെളിയിച്ചോളാം. പക്ഷെ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എനിക്കൊരു തെളിവും കാണണ്ട അർച്ചന. ഇനി എന്റെ പിന്നാലെ വന്ന നിങ്ങൾ വിവരം അറിയും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ നിലവിളിച്ച് ബഹളം ഉണ്ടാക്കും. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? അർച്ചന, ദൈവത്തെ ഓർത്ത് ഇങ്ങനെ എന്റെ മനസ്സമാധാനം കെടുത്തല്ലേ. ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ സംഭവിക്കുന്നത് എന്റെ മരണമായിരിക്കും. അതിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. ഈശ്വര, എന്തൊക്കെ ദുഷ്ടത്തരങ്ങളാ ഞാൻ എന്റെ സച്ചേനോട് പറഞ്ഞത്. എന്നോട് ക്ഷമിക്ക് സച്ചേട്ടാ. ഇതല്ലാതെ എന്റെ മുമ്പിൽ ഇപ്പൊ വേറെ മാർഗങ്ങളൊന്നുമില്ല. ആദ്യം കാണുന്നതിന് മുമ്പ് സച്ചേട്ടൻ ഇവിടുന്ന് പോയേ പറ്റൂ. മരിക്കേണ്ട നീയല്ല, ഞാനാ. നിന്നെ നഷ്ടപ്പെടുന്ന ആ നിമിഷം എന്റെ മരണമാണെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാ. ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടുവരുന്ന പ്രതീക്ഷ ഇപ്പൊ അവസാനിക്കാണ് അർച്ചന. നിന്നെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിന്റെ മനസ്സിൽ ഞാനില്ല. ഇപ്പൊ എനിക്കത് ബോധ്യപ്പെട്ടു. നിന്നെ ശല്യപ്പെടുത്താൻ ഇനി ഒരിക്കലും ഞാൻ വരില്ല. നിന്നെ ശല്യപ്പെടുത്താൻ ഇനി ഒരിക്കലും ഞാൻ വരില്ല.